മൈഫിൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബ്രാൻഡ് സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തമായൊരു ബ്രാൻഡാണ്. അതിലേക്ക് എത്തിച്ചേരാൻ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ 2025 ന്യൂ ഇയറിൽ ഞാനൊരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം. ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഡിസംബർ ആയിട്ടും എനിക്കിതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ആ റെസൊല്യൂഷൻ ഒന്ന് നടത്തിയെടുക്കണം എന്ന ആഗ്രഹത്തോടെ വെളിയിലേക്ക് പോകാൻ ഒരുപാട് ട്രാവൽസിനെ തിരഞ്ഞു, ഒരുപാട് ടൂർ പാക്കേജുകൾ ഏതൊക്കെയെന്ന് അന്വേഷിച്ചു. ആ ഓപ്പറേറ്റർമാരിൽ നമ്പർ 1 ആയിട്ട് കേരളത്തിൽ നിൽക്കുന്നത് സോമൻ ട്രാവൽസ് ആൻഡ് ടൂർസാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ സോമൻ ട്രാവൽസ് എന്ന ബ്രാൻഡിനെ കുറിച്ചാണ് ഇന്നത്തെ ബ്രാൻഡ് സ്റ്റോറിയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സോമൻസ് ട്രാവൽസിൻ്റെ MD ആണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ലോകം നിങ്ങളെ കാണട്ടെ എന്ന ക്യാപ്ഷനോട് കൂടി തീർച്ചയായും വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു ട്രാവൽസിനെ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന MD ആണ് MK സോമൻ സാറാണ്. താങ്ക് യു. നമസ്കാരം. എങ്ങനെ പോകുന്നു? സുഖമായി പോകുന്നു? സുഖമായിരിക്കുന്നു. ഞാനെപ്പോഴും ഈ മിക്കവാറും ഒരുപാട് ബിസിനസ്മാൻമാരെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്, പലരും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ അത് ബിസിനസ്സായിട്ട് തുടങ്ങിയതായിരിക്കില്ല, ഒരു പാഷൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ബിസിനസ്സിലേക്ക് വരുന്നതായിരിക്കാം. സാറിനോടും എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ടും അല്ലെങ്കിലും. സാറ് എന്തുകൊണ്ടാണ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ തന്നെ എത്തിപ്പെട്ടത്? അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ബോംബെക്ക് പോയി. ഓക്കെ. അപ്പോൾ ബോംബെയിൽ 1, 2, 3 സ്ഥലം കഴിഞ്ഞ് അവസാനം എത്തിപ്പെട്ടത് ഒരു ടൂർ ഓപ്പറേറ്റർ കമ്പനിയാണ്, SOTC എന്ന് പറയും. അപ്പോൾ ആ കമ്പനിയിൽ ഒരു കുറേ വർഷം ജോലി ചെയ്ത് അപ്പോൾ ആ ഒരു അനുഭവം, അപ്പോൾ അത് ആ അനുഭവം ഒരു കോൺഫിഡൻസും അവിടെ വെച്ചിട്ട് തന്നെ കുറേ യാത്രകളും, അപ്പോൾ അതെനിക്ക് എന്തെങ്കിലും തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും അത് ചെയ്യാം എന്നുള്ള ഒരു ഇത് എൻ്റെ മുന്നിൽ 2 ഓപ്ഷനായിരുന്നു. ഒന്നുകിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേഷൻ. ബട്ട് ഐ സെലക്ടഡ് ദിസ്. ഓക്കെ. സൂപ്പർ മാർക്കറ്റ് ചെയ്യാതിരുന്നത് അതിനൊരു സ്വന്തമായിട്ടൊരു കെട്ടിടമില്ല എങ്കിൽ ഓരോരോ 11 മാസം കൂടുമ്പോഴും മാറ്റുമ്പോൾ സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ ഓപ്റ്റഡ് ഫോർ ദിസ്. അപ്പോൾ തുടക്കത്തിൽ 1997 ആരംഭിച്ച സമയത്ത് 2 പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ചെയ്യുമ്പോൾ ഓരോരോ പ്രാവശ്യവും ഞാൻ തന്നെയാണ് അതിൻ്റെ കൂടെ ടൂർ മാനേജറായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, അതിലെ ഒരു ഭയങ്കരമായിട്ട് ഒരു സന്തോഷവും ആ ചെയ്യുന്ന ജോലിയിൽ കോൺഫിഡൻസും പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഇട്ടപ്പോൾ ദെൻ ഐ തോട്ട് ഓഫ് ഇത് ഈ ജേണി കൊണ്ടുപോവാം. അങ്ങനെ ആ അന്ന് തുടങ്ങിയ ഇപ്പോൾ 28ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഡിസംബർ 11 ആകുമ്പോൾ 28 വർഷമാകും. അപ്പോൾ ഈ ഇന്നിപ്പോൾ 150 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായി. പിന്നെ ഒരുപാട് പേരെ ലോകം കാണിക്കാൻ പറ്റി. പിന്നെ അവർ തിരിച്ച് ടൂർ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക് ഒരു താങ്ക് യു എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഒരുപാട് എനിക്ക് എന്നെ സംബന്ധിച്ചോളം അത് മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു വർഷം മുന്നെയാണ് ഞാൻ ഈ ലോകയാത്ര.com എന്ന് പറഞ്ഞ ഒരു ആശയം മനസ്സിൽ വന്നത്. അത് പക്ഷേ കുറച്ച് റിസ്ക് അല്ലേ അല്ലേ? അതിനകത്ത് റിസ്ക് ഉണ്ട്. പക്ഷെ അതിലെ ഏറ്റവും വലിയ ഫൺ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഓഫീസിലെ അതിൻ്റെ കുറേ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്സ് ഉണ്ടല്ലോ, അതിൽ പലർക്കും ആ ആശയത്തിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതായത് ടൂർ പോകാൻ ആഗ്രഹമുണ്ട്, ബട്ട് അയ്യോ എങ്ങനെയാണ് ഒരു വിദേശത്തേക്ക് പോവുക, കാരണം അത് കുറേയധികം കോസ്റ്റ്ലി അല്ലേ, അതിന് ഒരുപാട് പൈസ വേണ്ടേ, അങ്ങനെയുള്ളൊരു ചിന്താഗതിയിൽ അവരെ അത് മടിക്കുന്ന കുറേ നല്ലൊരു വിഭാഗം ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ എയിം ചെയ്തിട്ടാണ് അത് തുടങ്ങിയത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഗ്രൂപ്പ് ഒരു ഈ ഫെബ്രുവരി 14 ദുബായിലേക്കായിരുന്നു.
പക്ഷെ അതിന് തുടങ്ങിയത് ഫസ്റ്റ് അപ്പൊ അതിനകത്ത് ഓരോ പാസഞ്ചർക്കും 3000 രൂപ നഷ്ടത്തിലാണ് ചെയ്തത്. ഓ, അതായത് മനസ്സിലായി, നഷ്ടം സഹിച്ചുകൊണ്ടാണ് ചെയ്തത്. പിന്നെ അങ്ങനെ പലതിനും 2000 രൂപ നഷ്ടത്തില് 1000 രൂപ നഷ്ടത്തിലേക്കാണ് ചെയ്തത്. ബട്ട് അപ്പൊ പിന്നീട് അത് കോസ്റ്റ് ആയിട്ട് ചെയ്തു. പക്ഷെ 50 ഗ്രൂപ്പാണ് ഒരു വർഷം കൊണ്ട് അതിൽ ചെയ്തത്. 1755 പാസഞ്ചേഴ്സ്. അതിന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്, അവരുടെ സന്തോഷം, പിന്നെ അവരുടെ സജഷൻസ്, ഇനി ആ ഡെസ്റ്റിനേഷൻ ചെയ്യൂ, ഈ ഡെസ്റ്റിനേഷൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ അതൊരു ടോക്ക് ഓഫ് ദ ടൗൺ. ലോകയാത്ര ഞാനും കേട്ടപ്പോ, ഞാനിവിടെ വന്നപ്പോഴും എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അതാണ്. ഞാൻ ആ സ്ക്രീൻ നോക്കിയായിരുന്നു. അപ്പൊ അതിൽ ലോകയാത്ര എന്ന് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഒരു കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചി പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരു ആശയം മുമ്പോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇവർക്ക് നിങ്ങളെ കൊണ്ട് സാധ്യമാകുമോ? അതെ, അതായത് 10 ദിവസത്തെ അമേരിക്ക ടൂറാണ് ഞങ്ങള് 299,900 വിൽക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഇന്നാന്ന് ലോഞ്ച് ചെയ്ത ഒരു ടൂറാണ് അമേരിക്കയുടെ വെസ്റ്റ്. അത് പോകുന്ന എയർലൈൻ തന്നെ സിംഗപ്പൂർ എയർലൈൻസാ. ബഡ്ജറ്റ് എയർലൈൻ അല്ല ഈ 3 ലക്ഷത്തിന്. അപ്പൊ അത് ഓരോ ടൂറുകളും ഞങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അത് വിതിൻ 1 വീക്ക് 10 ഡേയ്സിൽ അത് ഫിൽഡ് ആണ്. മനസ്സിലായി? ഇപ്പൊ നമ്മൾ ചൈന അതിനകത്ത് ചെയ്യുന്നുണ്ട്, ഒരാഴ്ചത്തെ ചൈന. അതിന് ചാർജ് 1,27,000 രൂപ. പക്ഷെ അത് 10 ദിവസം വേണ്ടി വന്നില്ല ആ 2 ഗ്രൂപ്പ് ഫില്ല് ചെയ്യാന്. ഇത് ഞങ്ങൾക്ക് വേറെ അഡീഷണൽ ഗ്രൂപ്പ് എടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പൊ 1,18,000 രൂപയ്ക്ക് സിംഗപ്പൂർ മലേഷ്യ ഒരാഴ്ചയുടെ ചെയ്യുന്നത് ഇതിനകത്ത് ചെയ്യുന്നത് 94,900 മനസ്സിലായോ? അപ്പൊ ഇത് സോമൻസ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പക്ഷെ അതിനകത്ത് കുറേയധികം ആളുകളുണ്ട് ഇവിടെ. അപ്പൊ അതും കൂടി ടേക്ക് കെയർ ചെയ്യാൻ എനിക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. അതാണ് ഞാൻ ആ ലോകയാത്രയിലൂടെ ഞാൻ ചെയ്യുന്നത്. സാർ ഇപ്പം ആദ്യത്തെ ട്രിപ്പ് ലോകയാത്ര ദുബായ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കായിരുന്നു, 28 വർഷങ്ങൾക്ക് പിറകിൽ സാറ് ആദ്യം കണ്ടക്ട് ചെയ്തത് എവിടേക്കാണ്? ആ യാത്ര ഓർക്കുന്നുണ്ടോ? പിന്നെ എന്താ, അതിന്റെ കൂടെ ഒക്കെ ഞാനാണല്ലോ ടൂർ മാനേജറായിട്ട് പോകാനുണ്ടായിരുന്നത്. ഏറ്റവും ആദ്യത്തെ ടൂർ തായ്ലൻഡിലേക്കായിരുന്നു. 28 വർഷം മുന്നേ. പിന്നെ അപ്പോഴത്തെ ഓരോ ടൂറുകളും ഞാൻ ടൂർ കഴിയുക, തിരിച്ചു വരിക. ഒന്നുകിൽ ആ തിരിച്ചു വരുന്ന ദിവസം തന്നെ വേറൊരു സ്ഥലത്തേക്ക്. ആശങ്ക ഉണ്ടായിരുന്നോ ഫസ്റ്റ് ടൂറിൽ? ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. പക്ഷെ ആക്ച്വലി ചെയ്യേണ്ടിരുന്നത് അവിടെ പോയി അവിടെ അത് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വന്നിട്ട് പോകുകയാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ്. പക്ഷെ ഇത് തുടക്കത്തിൽ നമുക്ക് അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വെർ ഇസ് ദ മണി? ഇത് പഠിക്കാൻ വേണ്ടിട്ട് പോകാനെന്ന്. അപ്പൊ നമ്മളത് 2-3-4 ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഒരു സക്സസ് ആയിരുന്നു. അതുകൊണ്ടാണല്ലോ സാർ ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് സ്റ്റാഫ്. സാർ ഇപ്പോൾ ഏകദേശം 150ഓളം സ്റ്റാഫ് ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഞങ്ങളും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. കാരണം ട്രാവൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇതാണ്, ഇവരുടെ ജോലി തന്നെ അതാണ്. അപ്പം എങ്ങനെ നോക്കി കാണുന്നു? ഇവിടെ എനിക്ക് 48 ടൂർ മാനേജേഴ്സ് ഉണ്ട് ഈ 150 പേരിലെ. അവരുടെ അടുത്ത് ഞാൻ ടൂർ പോകുന്ന സമയത്ത് ഞാൻ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് വെച്ചാൽ, യു ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്, യു ആർ സപ്പോസ് ടു ടേക്ക് കെയർ ഓഫ് ദ പാസഞ്ചേഴ്സ്. ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമായിരിക്കില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുമായിരിക്കില്ല, എന്തെങ്കിലും. പക്ഷെ യു ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് അറ്റ് ഓൾ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പലരും അവരുടെ സ്വപ്നമാണല്ലോ, ഇതൊരു ഡ്രീമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, ഈസ് ദർ എനി എൻഡ് ടു സർവീസ്? ഉത്തരം ഇല്ല എന്നാണ്. ആ സർവീസിനോട് ചേർന്ന് വായിക്കേണ്ട ഒന്നാണ് സാറ്റിസ്ഫാക്ഷൻ. ഈക്വലി there was a second question, is there any end to satisfaction? അതിന് നോ ആണ്. അപ്പോൾ ഈ സർവീസിനും എൻഡില്ല, സാറ്റിസ്ഫാക്ഷനും എൻഡില്ല. മനസ്സിലായോ? അത് പിന്നെ കസ്റ്റമർ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന സർവീസ് അത് കുറച്ചൊന്നല്ല. മനസ്സിലായോ? ഒരു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡൽഹിക്ക് പോയിട്ട് ആ ഡൽഹിയിൽ അവിടെ ചെന്നിട്ട് ആ ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ദ ഫോഗ്.
അപ്പോൾ എന്നിട്ട് അത് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അവരുടെ പല ടൂറുകളും കണക്റ്റഡ് ആയിട്ടുള്ള ടൂറുകളൊക്കെ നഷ്ടപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ പിന്നീട് ഒരു ട്രെയിൻ യാത്ര അവർ ക്യാൻസലായി, വേറൊരു ട്രെയിൻ എടുത്തു. ആ ട്രെയിനിൽ അവിടെ ചെന്ന് കുറേ സമയം ഭയങ്കര തണുപ്പായിരുന്നു. തിരിച്ചവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു സങ്കടം പറയാനുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി? ഞാൻ പറഞ്ഞു അത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ, ഫോക്കല്ലേ. അപ്പൊ അവരെന്താന്നറിയോ പറഞ്ഞേ, ഞങ്ങള് ടൂർ പോകുന്നത് സോമൻസിലാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഈ ഫോക്ക് സോമൻസ് എക്സ്പെക്ട് ചെയ്യണമായിരുന്നു. മനസ്സിലായോ? നേരെ വേറെ ഏതെങ്കിലും ഒരു ടൂർ ഓപ്പറേറ്റർ കൂടെയാണ് ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. വി ഹാവ് ചൂസൺ സോമൻസ്. ഇറ്റ് വാസ് ആൻ ഐ ഓപ്പണർ ഫോർ മീ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം എക്സ്പെക്ടേഷൻ. എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു ചലഞ്ച് അല്ലേ അത്. ഭയങ്കര ഒരു ചലഞ്ചിങ് ആണ്. ഇപ്പം ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം ഇഷ്ടം പോലെ ഉണ്ട്, പല രീതിയിലുണ്ട്. പുതിയ പുതിയ ഇൻഫ്ലുവൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ചാൻസസ് ഉണ്ട്. പക്ഷേ 28 വർഷങ്ങൾക്ക് പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ എവിടേക്കോ കിടക്കുന്ന ആൾക്കാരെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് അതൊരു പാക്കേജ് ആക്കി കൊണ്ടുപോകണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ആലോചിക്കുന്നതിനപ്പുറമാണ്. അതെങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്? അത് അന്ന് നമുക്ക് മൊബൈൽ പോലും ഇല്ല, മൊബൈലില്ല, ആകെ കൂടിയിട്ടുള്ളത് ഈ ലാൻഡ് ലൈൻ മാത്രമാണ്. അപ്പോ ആദ്യമൊക്കെ നമുക്കൊരു ടൂറിലെ ആളെ കിട്ടുക എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടൂറ് എന്ന് പറയുന്നത് ഒരു അനാവശ്യ ചെലവായിട്ടാണ് നമ്മുടെ ആളുകൾ കണ്ടിരുന്നത്. എന്തിന്? ആ സമയത്ത് വേറെ എന്തെങ്കിലും വല്ല കാറ് വാങ്ങാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങാം. അങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഇത് ഇൻജെക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയല്ല. ഈ ടൂറിനെ കുറിച്ചിട്ട് ചെറിയൊരു അപ്പോ എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ആ കോള് കിട്ടി അവരുടെ അഡ്രസ്സ് ചോദിച്ചിട്ട് ഇന്ന് രാത്രി 7 മണിക്കാണ് കിട്ടുന്നതെങ്കിൽ നാളെ 12 മണിക്കോ 1 മണിക്കോ ഉള്ളില് കാസർഗോഡ് ആണെങ്കിൽ അവിടെ എത്തിയിരിക്കും. അയാളുടെ വീട്ടുമുറ്റത്തെത്തും. മനസ്സിലായോ? പല വീടുകളിലും വന്ന് അവരുടെ അടുത്ത് ഭക്ഷണം കഴിച്ചിട്ടാ തിരിച്ചു വരുന്നത്, അഡ്വാൻസ് മണിയോട് കൂടി. അത് കോട്ടയായാലും ശരി, കാസർഗോഡ് ശരി, തിരുവനന്തപുരം ആയാലും എവിടെയായാലും ശരി. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഓരോ ഗ്രൂപ്പുകളും ഫില്ല് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് യൂറോപ്പൊക്കെ ചെയ്യാൻ പോയപ്പോ ഭയങ്കരമായിട്ട് 10-40 പേരെ ഉണ്ടാക്കണ്ടേ. ഇറ്റ് വാസ് എ ചലഞ്ചിങ് ജോബ്. പക്ഷെ ഇപ്പോ അതിനൊന്നും ആവശ്യമില്ല. ഇപ്പൊ എല്ലാം തന്നെ എല്ലാം ഫാസ്റ്റ് ആണല്ലോ. പക്ഷെ അന്നത്തെ ആ സാറ്റിസ്ഫാക്ഷൻ, അന്ന് ചെയ്തിരുന്ന അതിൽ കിട്ടിയിരുന്ന ആ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, ആളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ച്, ആ ഒരു സന്തോഷം ഇപ്പോഴില്ല, സത്യം പറയാനില്ല. കാരണം വെച്ചാൽ അതൊരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആണ്. ഇപ്പം അന്നത്തെ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ട്രാവലേഴ്സിന്, അല്ലെങ്കിൽ ടൂർ. ഇപ്പം എങ്ങനെയുണ്ട് ശരിക്കും ഈ ട്രാവൽ മേഖല? ഇപ്പോ ട്രാവൽ മേഖല ഇവിടെ നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ നമ്മളിപ്പോ ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്. ആ സർവീസ് ഇൻഡസ്ട്രിയിൽ ഇതിനേക്കാൾ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സർവീസ് ഇൻഡസ്ട്രി ഇല്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഒരു IT ആണെങ്കിലും ശരി, വേറെ ഒരു എന്ത് പ്രൊഫഷൻ ആയാലും ശരി, ആ സർവീസ് ഇൻഡസ്ട്രി എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇതിനതില്ല. ഇവിടെ നമുക്ക് ഒരാൾ ഇന്റർനാഷണൽ ടൂർ നമ്മുടെ കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് പോകണമെങ്കിൽ ആദ്യം വിസ എടുക്കണം. ഞങ്ങളല്ല വിസ ഇഷ്യൂ ചെയ്യുന്നത്. ആ വിസ ഈ സബ്ജക്ട് ടു മനസ്സിലായി. അത് കഴിഞ്ഞ ശേഷം ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല. ചിലപ്പോൾ ഡിലേ ആകാം, ചിലപ്പോൾ ക്യാൻസൽ ആകാം. പിന്നെ വെതറുണ്ട്. ഇത്രയും കാര്യങ്ങള് ചെയ്തിട്ടാണ് ഇത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ ഇവിടെ ഇപ്പോ മിനിഞ്ഞാന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ട്രാവൽ ഉത്സവ് ഇന്നലെയും ഇന്നും ഞങ്ങളെ ഈ റിസൾട്ട് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇത്രമാത്രം റെസ്പോൺസ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മനസ്സിലായോ? ഒരു റെക്കോർഡ് ബ്രേക്കിങ്ങിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഈ ദിവസം, ഒരു സംശയം വേണ്ട. അപ്പൊ അതിന്റെ അത് കസ്റ്റമേഴ്സ്
പാസഞ്ചേഴ്സ്, യാത്രാ പ്രേമികൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് അത്. എനിക്ക് എൻ്റെ നാളേക്ക്, എൻ്റെ അടുത്ത വർഷത്തിലേക്ക് എനിക്ക് പോകാൻ ഇത് മാത്രം മതി. പിന്നെ എൻ്റെ ടീം അതൊരു ഭയങ്കര സ്ട്രോങ് ടീമാണ്. അവരുടെ ആ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നത് ഭയങ്കര ബിസിനസിന്റെ ഗ്രോത്തിന് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്നതാണ് സോമൻസ്. അപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്, ട്രൈ ചെയ്യുന്നവരുണ്ട്, വന്നിട്ട് മടക്കി കെട്ടി പോയവരുണ്ട്, ഒരുപാട് ഇത് പറയാനുള്ളവരുണ്ട്. ഈ ട്രാവൽസ് സെലക്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അതിനെ ചൂസ് ചെയ്യുന്ന ഒരു ബിസിനസ്മാനോട്, അതായത് ബിസിനസ് ആക്കാൻ ആഗ്രഹിക്കുന്ന ആളോട് എന്താണ് സാറിന് കൊടുക്കാനുള്ള അഡ്വൈസ്? നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അത് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുക. അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാകും, ബട്ട് അത് ഉള്ള കാര്യം അതേപോലെ പറയുക. ആ പറയുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യുക. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ചായയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ നല്ലൊരു ചായ കൊടുക്കുക. ആ ചായ കുടിച്ചു കഴിഞ്ഞാലേ അവർ പിന്നീട് അതേ സ്ഥലത്തേക്ക് അതേ സമയത്ത് ആ ചായ കുടിക്കാൻ വേണ്ടി പോകും. ബിക്കോസ് ആ ടീ അത്രയും നല്ല ടീ ആയിരുന്നു. പക്ഷെ അവർ ആ ചായക്കടയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ ഒരുപാട് ചായക്കടകൾ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ബട്ട് ദേ ഗോയിങ് ടു ദം. അപ്പോൾ ഇഫ് യു ക്യാൻ പ്രൊവൈഡ് എ ഗുഡ് ടീ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ടൂറ് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീണ്ടും അവർ നമ്മളെ തേടി വരും. നമ്മളെ തേടി വരും. പറ്റുന്ന കാര്യം മാത്രം പറയുക. പറ്റുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞാൽ അത് ചെയ്യണം. അതാണ് എൻ്റെ അഡ്വൈസ്. തീർച്ചയായിട്ടും അത് ഒരുപാട് നല്ലൊരു ഇത് തന്നെയാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ മലയാളികൾ മുഴുവൻ ലോകം കാണട്ടെ, ലോകം നിങ്ങളെ കാണട്ടെ എന്ന സാറിൻ്റെ ക്യാപ്ഷനും കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഹായ്. ഹലോ. അജീഷ്. ശരി, ഇത് നമ്മുടെ ഡൊമസ്റ്റിക് കലണ്ടറാണ്. നമ്മുടെ 26 എല്ലാ ഡിപ്പാർച്ചേഴ്സും ഏപ്രിൽ മെയ് വരെയുള്ള ഡിപ്പാർച്ചേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ഓരോ ടൂൾസും നമുക്ക് ഓരോ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് തന്നിട്ട് നമ്പർ ഓഫ് ഡേയ്സും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സാറ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്കത് നോക്കിയിട്ട്. ഓക്കെ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഡൊമസ്റ്റിക്കിലാണ്. അതെ. ഒരു ടൂർ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ അന്വേഷിച്ചാൽ ഏറ്റവും ഇവിടെ ഇങ്ങനെ ഒരു ഉത്സവം നടക്കുന്നുണ്ടെന്ന്, അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് നിങ്ങളത് കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടാണ്. അപ്പോൾ ഡൊമസ്റ്റിക് മുതൽ ലോകയാത്ര വരെ അറിയണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് എവിടെയാണ് ഡൊമസ്റ്റിക്കിൽ? ഏറ്റവും രാജസ്ഥാൻ, ഗുജറാത്ത് അല്ലേ, നമുക്ക് അതിൽ ഏറ്റവും മൂവി വരുന്ന ഒരു 2 ഡെസ്റ്റിനേഷൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ കാശ്മീർ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ സോമൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ പാർട്ടാണ് കാശ്മീരാണ്. അതെ. ഗസ്റ്റ് നമുക്ക് എയർപോർട്ടിൽ വന്നതിന് ശേഷം മുതൽ നമ്മൾ അവിടെ നിന്ന് അസംബിൾ ചെയ്തിട്ട് ടൂർ മാനേജറായിട്ടാണ് പോവാം. അപ്പോൾ ടൂർ മാനേജർ തന്നെ നമുക്ക് ടിക്കറ്റ്സ് എല്ലാം അപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യും, പോകും. അത് ലാസ്റ്റ് വരെ നമ്മൾ എയർപോർട്ട് എത്തുന്ന വരെ നമ്മുടെ അസിസ്റ്റൻസ് ഉണ്ടാവും, ടൂർ മാനേജർ ഉണ്ടാവും. നമുക്ക് വേറെ കാശ്മീർ പിന്നെ പറഞ്ഞല്ലോ, രാജസ്ഥാനുണ്ട്. രാജസ്ഥാന്റെ പാക്കേജ് എങ്ങനെയാണ്? രാജസ്ഥാൻ നമുക്ക് 8 ഡേയ്സ്. നമുക്ക് ആ ഒരു 8 ഡേയ്സിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവർ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റിനറിയാണ്. പ്രത്യേകിച്ച് ഈ ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു രാജസ്ഥാൻ്റെ എക്സാക്ട് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടും. മനസ്സിലായി. നമുക്ക് അവിടെ ബൂമർ ഡാൻസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. ക്യാമൽ റൈഡ്, ഇതെല്ലാം നമുക്ക് ഗസ്റ്റിന് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒറ്റ യാത്ര കൊണ്ട് അല്ലേ രാജസ്ഥാൻ എന്താണെന്ന് അറിയാൻ പറ്റും. അതെ, എക്സാക്ട് ഒരു പിക്ചർ കിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മൾ സോമൻസ് ട്രാവൽസിൻ്റെ ഡൊമസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി 1-2 ട്രാവൽ ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ചോദിച്ചറിയാനായിട്ട് ഈ ഡൊമസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പറേഷൻ മാനേജർ എന്നോടൊപ്പം ഉണ്ട്, അർജുനാണ്. ഹായ് അർജുൻ. ഹായ്. ഓക്കെ. സുഖമായിട്ടിരിക്കും. എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഡൊമസ്റ്റിക്കിന് നല്ലൊരു
റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നമുക്ക് നല്ല റെസ്പോൺസാണ് ഡൊമസ്റ്റിക്കിന് വന്നിട്ടുള്ളത്. ഡൊമസ്റ്റിക്കിൽ നമുക്ക് പുതിയതായിട്ട് ഒരുപാട് പാക്കേജസ് വന്നിട്ടുണ്ട്. പുതിയ പാക്കേജ് വന്നിട്ടുണ്ട്. നമ്മളിപ്പം റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. 5 days ടൂർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പം ഓൾറെഡി 4 പാക്കേജാണ് നമ്മൾ അനൗൺസ് ചെയ്തത്. അതിപ്പോൾ 4 ഫില്ലായി. 5ാമത്തെ പുതിയതായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് 28 ഫെബ്രുവരിക്ക്. പിന്നെ അത് കൂടാണ്ട് നെക്സ്റ്റ് ഇയറിൽ നമ്മളൊരു വലിയൊരു ടൂർ വരുന്നുണ്ട്. 41 daysന്റെ ഓൾ ഇന്ത്യ ബസ് ടൂറാണ്. ഭാരത് ദർശൻ എന്നാണ് അതിന്റെ പേര്. ഭാരത് ദർശൻ. അത് 16 സ്റ്റേറ്റ്, 10,000 കിലോമീറ്റർ, പിന്നെ 36 സിറ്റിയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ബൈ ബസ്സിലാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് കൊച്ചിയിൽ തന്നെ എൻഡ് ചെയ്യുന്ന ഒരു 41 daysന്റെ വലിയ ടൂറാണ്. എത്ര പേരെയാണ് അത് നമ്മൾ 34 പാസഞ്ചറും അതിൽ 2 ടൂർ മാനേജറും ഉണ്ടാവും. അതിൽ ഓൾ ഇന്ത്യ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഈസ്റ്റ് സൈഡിൽ നിന്ന് എൻഡ് ചെയ്യുന്ന, കൊൽക്കത്ത അതൊക്കെ എൻഡ് ചെയ്യുന്ന ഒരു ടൂറാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഗോവ, മുംബൈ അങ്ങനെ കറങ്ങി രാജസ്ഥാനൊക്കെ പോയിട്ട് ഡൽഹി വഴി നമ്മൾ കൊൽക്കത്ത അതിങ്ങനെ കവർ ചെയ്ത് തിരിച്ച് ചെന്നൈ വഴി നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക്. എത്രയാണ് പാക്കേജ്? അതിൻ്റെ പാക്കേജ് കോസ്റ്റ് വരുന്നത് 295 പ്ലസ് GST ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മളൊരു ഓഫർ പ്രൈസ് ഇൻക്ലൂഡിങ് GST നമ്മൾ 295 കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് 2,95,000 ഇൻക്ലൂഡിങ്. അപ്പോൾ ബിലോ 3 lakhs അതെ, 41 ദിവസം നമുക്ക് ഇന്ത്യ എന്താ പറയാ, ഇപ്പൊ പലരുടെ ആഗ്രഹമാണ് ഇന്ത്യയിൽ നമുക്ക് ബൈ ബസ്സിൽ പോകണം. എല്ലാവരും ഫ്ലൈറ്റിലൊക്കെ പോകുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ സ്ഥലം കണ്ടുവരിക ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല, ഇതൊരു 41 days കംപ്ലീറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അതൊരു നമ്മളെ ന്യൂലി പാക്കേജ്. കാരണം ഇന്ത്യ മുഴുവൻ കാണുന്ന ഏതൊരു ഇത് ആക്ച്വലി ഇത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ടൊക്കെ നമ്മൾ കുറെ അധികം പ്ലാൻ ചെയ്ത് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് February 13 ഫെബ്രുവരി 13. അതിനിപ്പോൾ നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ട്. ബുക്കിംഗ് കയറി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് കൃത്യമായൊരു പ്ലാൻ വേണം ഇന്ത്യ മുഴുവൻ കറങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ഡൊമസ്റ്റിക് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പേരുണ്ട് നിങ്ങളുടെ സ്റ്റാഫ് നമ്മൾ ടോട്ടൽ 16 പേരാണുള്ളത്. അതിൽ സെയിൽസിൽ 5 പേരുണ്ട്. ബാക്കി ഓപ്പറേഷൻ ടീമും കാര്യങ്ങളായിട്ട് നമ്മൾ ടോട്ടൽ 16 പേരുണ്ട്. പിന്നെ നമുക്കൊരു GM ഉണ്ട്, ഡൊമസ്റ്റിക്കിൽ ജനറൽ മാനേജർ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് കസ്റ്റമൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, FIT ചെയ്യാനായിട്ട്. അതായത് ഡൊമസ്റ്റിക് ഇപ്പം നമ്മൾ കൂടുതലും ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസ് വിങ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമൈസ് ടൂർ ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ചിലർക്ക് ഗ്രൂപ്പിൽ പോകാനായിട്ട് താല്പര്യം അല്ലെങ്കിൽ ടൈം ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്യണമായിരിക്കും. അങ്ങനെ അതിന് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ടൈലർ മെയ്ഡ് ടൂറുകൾ ഡൊമസ്റ്റിക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യാം? നമ്മുടെ മാനേജറോ അതോ? അത് നമുക്ക് അതിനുള്ള ടീമുണ്ട്, അവർ അറേഞ്ച് ചെയ്യും. എയർലൈന്, പിന്നെ ലാൻഡ് പാക്കേജ്, അതിൽ നമുക്ക് ഗൈഡ് വേണമെങ്കിൽ ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യാം. അതിന് അവരുടെ ചൂസ് ചെയ്യാം വേണോ വേണ്ടെന്നുള്ള ഓപ്ഷനിലാണ്. പിന്നെ ഈ കസ്റ്റമൈസിൽ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ. അതായത് 2026 December 1 മുതൽ December 10 വരെ. അത് എല്ലാ വർഷവും ഉള്ളതാണ് നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ. അത് നമ്മളിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിൽ ടൂർ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ ലക്ഷറി ട്രെയിൻ ടൂർ ഉണ്ട്. അത് എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല. പാലസ് ഓൺ ദി വീൽസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലും ഇൻബൗണ്ട് ക്ലയൻസ് ആണ് വരുന്നത്. പക്ഷെ അത് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്കും അതിനോടൊരു താല്പര്യം വന്നിട്ടുണ്ട്. അത് കോസ്റ്റ്ലി ആണ്. അറൌണ്ട് ഒരു 5 to 6, 7 lakh ഒക്കെ വരും. അതൊരു 10-12 ദിവസത്തെ പാക്കേജ് ആണ്. അതെന്ന് വെച്ചാൽ ലക്ഷറി ട്രെയിൻ ആണ്. നമ്മളിപ്പോ നാട്ടില് അല്ലെങ്കിൽ നമ്മളൊരു പോകുന്ന ട്രെയിൻ പോലെയല്ല. മനസ്സിലായി, ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. അതെ, അതിനകത്ത് പ്രോപ്പർ ബെഡ്റൂം, വാഷ്റൂം, ടോയ്ലറ്റ്, റെസ്റ്റോറന്റ് അങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷറി ട്രെയിനാണ് പാലസ് ഓൺ ദി വീൽസ്. അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. ഡൊമസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നന്നായിട്ട് പോകട്ടെ. ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതായത് ഡൊമസ്റ്റിക്കിൽ എങ്ങനെയാണുള്ള ട്രാവൽ പോകേണ്ട ഓഫറും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ തന്നെ നമുക്ക് സോമൻസിൻ്റെ ലോകയാത്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എങ്ങനെയാണ് ആ ട്രാവലിൻ്റെ വിവരങ്ങളും റേറ്റും എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഹായ്, പേര്? അദ്വൈത്, അനഘ. ഓക്കെ, കേട്ടറിഞ്ഞ് വന്നതാണ്. യാത്ര പോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ സോമൻസിൽ നമ്മൾ 2 ടൈപ്സ് ഓഫ് പാക്കേജസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഈ ലോകയാത്ര എന്ന് പറഞ്ഞ ഒരു ആശയം സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ബഡ്ജറ്റിന്റെ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് സജഷൻസ് വന്നു, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഡൊമസ്റ്റിക്കിൽ ട്രാവൽ ചെയ്തിട്ട് നെക്സ്റ്റ് എന്താണ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത കുറെ പാക്കേജസ് നമ്മുടെ ലോകയാത്ര.com
ബ്രാൻഡിന്റെ അണ്ടർ ഒരു പാക്കേജ് ആയിട്ട് ഒരു സെക്ഷൻ ആയിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെ സോമൻസ് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. 1 ഇയർ ആയിട്ട് ഒരു 1750ഓളം ട്രാവലേഴ്സിനെ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് 1 ഇയറിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിൽ ഏറ്റവും ഹിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വെച്ചാൽ ഒരു 3 US ട്രിപ്പ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു. 2,99,900 ഞങ്ങളൊരു US ഓപ്പറേറ്റ് ചെയ്ത് വളരെ ഹിറ്റ് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാം. ഓക്കെ, ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവര് ഏതെങ്കിലും ഒരു രീതിയിൽ എന്തിനെങ്കിലും കോംപ്രമൈസ് ചെയ്യാതെ ഈ ഒരു ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ സിംഗപ്പൂർ എയർലൈൻസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എയർലൈൻസിലൊന്നും യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. 5 സ്റ്റാർ എയർലൈൻസ് തന്നെയാണ് നമ്മൾ ബഡ്ജറ്റിലും. ഓക്കെ, തീർച്ചയായും. അപ്പം ഇത് 2 കേട്ടു, ഞാനൊന്ന് ചിന്തിച്ചിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ഇന്റർനാഷണൽ പാക്കേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹായ് സാർ. ഹായ് അജീഷ്. പ്ലീസ്. എൻ്റെ പേര് സിബിൻ എന്നാണ്. ഞാൻ DGM ആണ് ഇവിടുത്തെ. ഓക്കെ, എൻ്റെ പേര് റോഷന. ഞാൻ പാലക്കാട് ബ്രാഞ്ചിലെ SM. ഓക്കെ, എങ്ങനെ വന്നു കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. ലാസ്റ്റ് 3 days നമ്മളിവിടെ ഹെവി സെല്ലിംഗ് ആണ്. ഇപ്പോൾ ആക്ച്വലി ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ട്രാവൽ ഉത്സവിൻ്റെ. അതെ അതെ. സാർ എങ്ങോട്ടേക്കാണ് പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം? ആക്ച്വലി എനിക്ക് ടൂറിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും പോയിട്ടില്ലാത്ത ആളാണ്. ഒന്നും പോയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പം ഞാനിങ്ങനെ ഇവിടുത്തെ നിങ്ങളുടെ ഡൊമസ്റ്റിക്കും അതുപോലെ തന്നെ ലോകയാത്ര ഒക്കെ ഇങ്ങനെ അറിഞ്ഞു വരികയാണ്. ഓക്കെ. അപ്പം എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഇതുപോലെ ടൂർ പ്ലാൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവർ കൂടി ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് ഇന്റർനാഷണൽ, ഏറ്റവും കൂടുതൽ നമ്മുടെ ഹോട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് യൂറോപ്പ് തന്നെയാണ്. യൂറോപ്പ് കൺട്രീസ്. കാരണം എല്ലാവരും പറയുന്നത് യൂറോപ്പ് പോവുകയാണെങ്കിൽ സോമൻസിൻ്റെ കൂടെ യാത്രയാണെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ 25 years ആയിട്ട് യൂറോപ്പ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പോഴും നമ്മുടെ ഹോട്ട് സെല്ലിംഗ് യൂറോപ്പ് തന്നെയാണ്. പല മിനിമം എല്ലാ വർഷവും നമുക്കൊരു 5 to 6 വെറൈറ്റീസ് ഓഫ് യൂറോപ്പ് ഉണ്ടാവും. ഓക്കെ. മിനിമം 7 days മുതൽ മാക്സിമം നമ്മളൊരു 18 days വരെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂറോപ്പ് നമുക്കുണ്ടാവും. ചെറുതും വലുതുമായിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മുടെ ഒരു ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്വിസ് ഓൺലിയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ ഈ ഫ്രാൻസ് ടു ഇറ്റലി 7-8 രാജ്യം 13 ദിവസം കൊണ്ട് കവർ ചെയ്യുന്നതിന് പകരം ചില ആൾക്കാർക്ക് പറയും ഞങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിൽ ഒരു 7 ദിവസം നിൽക്കണം, 8 ദിവസം നിൽക്കണം എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ റെഡിയാണ് ഈ വർഷം. അപ്പോൾ 7 night നമുക്ക് 7 ദിവസം നമുക്ക് പ്യുവർലി സ്വിറ്റ്സർലാൻഡിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേണി നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു 2,40,000 rupees റേഞ്ചിൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാം സ്വിറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അത് നമുക്കൊരു 7 ദിവസത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു പാക്കേജ്. അതാണ് നമ്മൾ ഈ ഒരു വർഷത്തെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ റേറ്റിൽ വേറെ സ്വിറ്റ്സർലാൻഡ് ഓൺലി ആയിട്ട് ആരുടെ അടുത്തും ഇല്ല പാക്കേജ് ഇല്ല. എല്ലാവരും ഫ്രാൻസ് മുതൽ ഇറ്റലി വരെ ഒരു ഓട്ടം അങ്ങനെയാണ്. നമുക്ക് അതുകൊണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റീസ്, പിന്നെ ഒരുപാട് കസ്റ്റമൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. ഏത് കൺട്രീസ് ഏത് ടൈമിൽ എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യാം. ഈവൻ ഒരാളാണെങ്കിൽ പോലും നമുക്കത് വർക്കൗട്ട് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ടൂറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതാണ്. നമുക്ക് അവിടെ ചെന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഗൈഡും എല്ലാം നമ്മളെല്ലാ ഗ്രൂപ്പ് ടൂറിലും ഇവിടെ നിന്ന് കൊച്ചി ടു കൊച്ചി നമ്മളൊരു ടൂർ മാനേജർ കൂടി ഉണ്ടാവും. ഞങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഇന്റർനാഷണൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് പറയാവുന്നൊരു കോസ്റ്റ്ലി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സൗത്ത് അമേരിക്ക ഉണ്ട്, അന്റാർട്ടിക്ക ഉണ്ട്. സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക. അതെ അതെ. അതൊരു 11 lakh അതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. എത്ര ഡേയ്സാ? 21 days പ്രോഗ്രാമാണ്. അതിൽ നമുക്കൊരു 14 nights ഷിപ്പ് ഉള്ളൊരു പാക്കേജാണ്. ഒരു ലക്ഷറി എന്ന് പറഞ്ഞാൽ ലക്ഷറിയുടെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ. അപ്പോൾ ഏതായാലും ഇന്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും ലോകയാത്രയ്ക്കാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് സോമൻ ട്രാവൽസിനെ അപ്രോച്ച് ചെയ്യാം. യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ ഏതായാലും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഓക്കെ. സോമൻസ് ട്രാവൽസിൻ്റെ ബ്രാൻഡിൻ്റെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ബ്രാൻഡ് സ്റ്റോറിയിലൂടെ നമ്മൾ കണ്ടത്. വീണ്ടും മറ്റൊരു ബ്രാൻഡിൻ്റെ വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും